നമസ്കാരം. വൈ കൈൻഡ്നസ് ഇസ് സൈൻ ഓഫ് യുവർ സ്ട്രെങ്ത്. പലപ്പോഴും കരുണ കാണിക്കുന്നവർ മണ്ടന്മാരാണ്, അവർക്ക് ശക്തിയില്ല, അവർ പരാജയപ്പെടുന്നവരാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരെല്ലാം മണ്ടന്മാരും പരാജയപ്പെടുന്നവരാണെന്നും പലരുടെയും ധാരണ. എങ്കിൽ ശരിക്കും അത് തെറ്റാണ്. മറ്റൊരാളോട് കരുണ കാണിക്കാൻ കഴിയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളവൻ. കാരണം അവനെ ഉപദ്രവിച്ചവരോട് പോലും അവന് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മനഃപൂർവ്വം അവൻ അത് മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ മൈൻഡിൽ അതുപോലൊരു ശക്തിയുണ്ട്. കാരണം നമ്മളെ ഉപദ്രവിച്ചവരെ തിരിച്ചുപദ്രവിക്കാൻ പലപ്പോഴും നമുക്ക് അവസരം കിട്ടും. നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ചു വേദനിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും അവസരം കിട്ടും. നമ്മളെ മുറിവേൽപ്പിച്ചവരെ തിരിച്ച് മുറിവേൽപ്പിക്കാൻ നമുക്ക് അവസരം കിട്ടും. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനോടൊന്ന് ചോദിക്കുക, ഞാനും അവനെ പോലെ ആയാൽ പിന്നെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവരോട് വീണ്ടും കരുണ കാണിക്കണം എന്നതിൻ്റെ വേറൊരു ഉദ്ദേശം അവരോടൊപ്പം വീണ്ടും നടക്കണമെന്നല്ല. നമ്മളെ മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരോടൊപ്പം അകലം പാലിക്കാം, നമുക്ക് മാറി നിൽക്കാം. പക്ഷെ അവരോടുള്ള വൈരാഗ്യവും വിദ്വേഷവും വെച്ച് അവരോട് പകരം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഹേറ്റ്രഡ് വളരുകയാണ്, വിദ്വേഷം വളരുകയാണ്. അതുകൊണ്ട് നഷ്ടം നമുക്കാണ്, നമ്മുടെ നന്മയും നമ്മുടെ മനസ്സമാധാനവും ഇല്ലാതാവും. എന്നാൽ നമ്മൾ ചെയ്ത തെറ്റുകൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ കണ്ടുപഠിക്കണം. കാരണം ആ ആളുടെ ഉള്ളിലെ കരുണയാണ് നമ്മളോട് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് തോന്നിച്ചത്. അങ്ങനെയുള്ള ആളുകളുമായി വീണ്ടും ചെങ്ങാത്തം കൂടുന്നതിന് കുഴപ്പമില്ല. എന്നാൽ നമ്മളെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവരോടൊപ്പം മനസ്സിൽ ഇല്ലാത്ത കാരുണ്യം കാണിച്ച് കൂട്ടുകൂടി നടക്കണമെന്ന് ഞാൻ പറയില്ല. അവരോട് അകലം പാലിക്കാം, പക്ഷെ അവരോട് വൈരാഗ്യം പാടില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാത്ത വേറൊരാളെ ഉപദ്രവിക്കുന്നതോ അല്ല നന്മയുള്ള കാര്യം. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഒരു മനസ്സ് ദൈവിക ചിന്താഗതിയുള്ള ഒരു മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം നന്മയുടെ ഏറ്റവും വലിയ പര്യായമാണ് കരുണ. കാര്യം കരുണയുള്ളവൻ മണ്ടനല്ല, അവൻ ബുദ്ധിമാനാണ്. അവൻ്റെ മനസ്സിൽ കരുണ വരുമ്പോൾ അവൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അവൻ്റെ മനസ്സ് കൂടുതൽ വിശാലതയുള്ളതായി മാറുകയാണ്. അവൻ്റെ നന്മ കൂടുതലായിട്ട് അവൻ്റെ മനസ്സിൽ വളരുകയാണ്. അവൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, അവരോട് ക്ഷമിക്കാൻ കഴിയുക. അതാണ് യഥാർത്ഥ കരുണ. ആ കരുണ നിങ്ങൾ സ്വന്തമാക്കിയാൽ അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശക്തിയുള്ളവനായി മാറും. നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ കരുണയുള്ളവരായി, നന്മയുള്ളവരായി, കൂടുതൽ ശക്തിയുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.